നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ട്രംപിന്റെ കഷ്ടകാലം മാറുന്നില്ല. ഏത് വഴിക്കൂടെയാണ് മരണം തന്നെ കാത്തിരിക്കുന്നതെന്ന് ട്രംപിന് ഇപ്പോൾ അറിയില്ല. ഇനി ഹെലികോപ്റ്റർ പൊട്ടിത്തെറിച്ചാണോ എന്ന് പോലും സംശയിക്കുന്ന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ട്രംപും അദ്ദേഹത്തിന്റെ ഭാര്യയും സന്ദർശിച്ച ഹെലികോപ്റ്ററിൽ അടിയന്തര തടസ്സങ്ങൾ ഉണ്ടാവുകയും അടിയന്തരമായി ലാൻഡിംഗ് നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ബ്രിട്ടനിലെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി മടങ്ങുന്നതിനിടയിൽ US പ്രസിഡന്റ് ട്രംപും ഭാര്യ മെലനിയ ട്രംപിനും സഞ്ചരിച്ച ഹെലികോപ്റ്ററിന് സാങ്കേതിക തകരാറുണ്ടായി. തുടർന്ന് മുൻകരുതലെന്ന നിലയിൽ ഹെലികോപ്റ്റർ അടിയന്തരമായി സമീപത്തെ എയർഫീൽഡിൽ ഇറക്കി. ചെക്കേഴ്സിൽ നിന്ന് ലണ്ടനിലെ സ്റ്റാൻഡേർഡ് വിമാനത്താവളത്തിലേക്ക് പോകുകയായിരുന്ന മറീൻ 1 എന്ന ഹെലികോപ്റ്ററിലാണ് സംഭവം. ഹൈഡ്രോളിക് സംവിധാനത്തിൽ ചെറിയ തകരാർ കണ്ടെത്തിയതിനെ തുടർന്നാണ് പൈലറ്റുമാർ അടിയന്തരമായി ഇറങ്ങാൻ തീരുമാനം എടുത്തതെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് അറിയിച്ചിട്ടുണ്ട്. ട്രംപിനും ഭാര്യ മെലനിയയും സുരക്ഷിതമായി തന്നെ ഇറക്കിയിട്ടുണ്ട്. തുടർന്ന് മറ്റൊരു ഹെലികോപ്റ്ററിലാണ് ഇരുവരും ഈ സ്റ്റാൻസ്റ്റഡ് വിമാനത്താവളത്തിലേക്ക് യാത്ര തുടർന്നത്. സാധാരണയായി 20 മിനിറ്റിനുള്ളിൽ സ്റ്റാൻസ്റ്റഡ് വിമാനത്താവളത്തിൽ എത്തേണ്ട യാത്രയിൽ തകരാറിനെ തുടർന്ന് ഏകദേശം 35 മിനിറ്റിന്റെ കാലതാമസം നേരിട്ടു. വിമാനത്താവളത്തിലെത്തിയ ശേഷം പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിമാനമായ എയർ ഫോഴ്സ് 1 വഴി ട്രംപ് US-ലേക്ക് മടങ്ങുകയും ചെയ്തു. അതേസമയം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുമായി കോർത്താണ് ട്രംപ് ബ്രിട്ടൻ വിട്ടത്. അനധികൃത കുടിയേറ്റം തടയാൻ സൈന്യത്തെ വിന്യസിക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമറോട് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. അനധികൃത കുടിയേറ്റം രാജ്യത്തിനകത്തു നിന്ന് തന്നെ രാജ്യത്തെ നശിപ്പിക്കുമെന്നാണ് ട്രംപ് ഓർമ്മിപ്പിച്ചത്. മാത്രമല്ല, അമേരിക്കൻ അതിർത്തികൾ അനധികൃത കുടിയേറ്റക്കാരിൽ നിന്നും സംരക്ഷിക്കാൻ തന്റെ നയങ്ങൾക്ക് സാധിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബ്രിട്ടനിലെ ഔദ്യോഗിക സന്ദർശനത്തിനിടയിൽ നടത്തിയ പത്രസമ്മേളനത്തിലായിരുന്നു അദ്ദേഹം ഇത് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഫലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകിയ കീർ സ്റ്റാർമറുടെ നടപടിയുമായി ശക്തമായി വിയോജിക്കുന്നു എന്ന് അദ്ദേഹം തുറന്നടിച്ചു. വടക്കൻ കടലിലെ എണ്ണ പ്രകൃതിവാതക ഖനനം വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം UK-യോട് ആവശ്യപ്പെട്ടു. അതേസമയം ട്രംപുമായി കാത്തു സൂക്ഷിക്കുന്ന പ്രത്യേക സൗഹൃദത്തെക്കുറിച്ചായിരുന്നു സ്റ്റാർമർ പരാമർശിച്ചത്. വ്ളാഡിമിർ പുടിന്റെ യുക്രൈൻ അധിനിവേശം സമാധാന കാംക്ഷിക്കുന്ന ആർക്കും അനുവദിക്കാവുന്ന ഒന്നല്ലെന്നും സ്റ്റാർമർ പറഞ്ഞു. പുടിൻ തന്നെ ചതിക്കുകയായിരുന്നു എന്നാണ് ട്രംപ് ഇതിനോട് പ്രതികരിച്ചത്. അതിനിടയിൽ സർ കീർ സ്റ്റാർമറും ട്രംപും സാങ്കേതിക രംഗത്തെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ഒരു കരാറിൽ ഒപ്പുവെച്ചു. അടുത്ത സാങ്കേതിക വിപ്ലവം ത്വരിതഗതിയിലാകുന്ന ഒന്നായിരിക്കും എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അതോടൊപ്പം കഴിഞ്ഞ മെയ് മാസത്തിൽ അമേരിക്കയുമായി വ്യാപാര കരാർ ഒപ്പുവെച്ചതിന് അദ്ദേഹം കീർ സ്റ്റാർമറെ അഭിനന്ദിക്കുകയും ചെയ്തു. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു എന്ന ചെലവേറിയ ഒരു വിഡ്ഢിതമാണ് എന്നും പകരം വടക്കൻ കടലിലെ എണ്ണ പ്രകൃതിവാതക ഖനനം കൂടുതൽ വിപുലപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ട്രംപിന്റെ കഷ്ടകാലം തുടരുന്ന സാഹചര്യത്തിലാണ് ബ്രിട്ടനും ട്രംപിനെ തള്ളിപ്പറയുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ ഹെലികോപ്റ്ററിനുണ്ടായ അപകടം, അല്ലെങ്കിൽ ഹെലികോപ്റ്ററിന് മുന്നേ കണ്ട തിരുത്തിയ അപകടം, അത് തീർച്ചയായിട്ടും കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് കൂടുതൽ കാര്യങ്ങളിൽ നിന്ന്, അതായത് ട്രംപ് സഞ്ചരിക്കുന്ന ഹെലികോപ്റ്ററിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ അങ്ങനെ ഉണ്ടാകാൻ അല്ലല്ലോ എന്നാണ് പറയുന്നത്. മാത്രമല്ല, ട്രംപിനെ പോലെയുള്ള പ്രധാനമന്ത്രിമാർ സഞ്ചരിക്കുന്ന, അല്ലെങ്കിൽ പ്രസിഡന്റുമാർ സഞ്ചരിക്കുന്ന വാഹനം 3ഉം 4ഉം ചെക്കിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് അവർ അതിനകത്തേക്ക് പ്രവേശിക്കുന്നത്, അല്ലെങ്കിൽ യാത്ര തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് ഹെലികോപ്റ്ററിന് തകരാറ് സംഭവിച്ചതെന്ന ചോദ്യവും സമൂഹ മാധ്യമങ്ങളിൽ ഉയരുകയാണ്.